ആ എക്സാമിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക. അതൊരു എടുക്കാൻ പറ്റാത്ത ഒരു കടമ്പയാണ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. അപ്പോഴത്തേക്കിനും ഒരു ഭയം കുറഞ്ഞു വരും. പിന്നീട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്ലാനിലാണ്. മെയിനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും, എത്ര മന്തിൽ കവർ ചെയ്യും, ഈ വീക്കിൽ എത്രയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നതായിരിക്കാം. ഒരു ഗോൾ നിങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയി പോകുന്നു. പക്ഷേ ഞാനിപ്പോഴും പ്രോസസ് ഓറിയൻറ്റഡ് ആകാനാണ് ശ്രമിക്കുന്നത്. ഗോൾ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ അതിൻ്റെ ഒരു 90% എങ്കിലും നമ്മൾ ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കതൊരു വിഷമമായിരിക്കും. ഞാനെപ്പോഴും ശ്രമിക്കുന്നത് ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകാനായിട്ടാണ്. നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു, അടുത്ത യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു, അത് മാറ്റി വെക്കാതെ അത് കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ഗോൾ അച്ചീവ് ആയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എപ്പോഴും എനിക്ക് വർക്കായിട്ടുമുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മെയിൻ നമുക്ക് വേണ്ടുന്നത് റിസോഴ്സാണ്. റിസോഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏതൊക്കെ റിസോഴ്സ്. ഞാൻ യൂസ് ചെയ്തത് മെയിൻലി കാപ്ലൻ, ആർച്ചർ റിവ്യൂ, യു വേൾഡ്, സോണ്ടേഴ്സിൻ്റെ 8th എഡിഷൻ ആയിരുന്നു അന്ന് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ പുതിയ എഡിഷൻ വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾ സോഷ്യൽ മീഡിയാസ് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് കളയുകയല്ല, അക്കൗണ്ട് കളയുകയല്ല, ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയാസ്. കാരണം അത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യും, നമ്മുടെ ഫോക്കസ് മാറും, കോൺസെൻട്രേഷൻ മാറും. ഒരു 6 month 5 month ഒക്കെ ഞാനിപ്പം മേജറായിട്ടുള്ള എന്തെങ്കിലും സ്റ്റഡീസോ റിസർച്ചോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യും. അതിനകത്തോട് പിന്നെ ഡൗൺലോഡ് ചെയ്യരുത്, അതിൻ്റെ ഇടയ്ക്ക് ഡൗൺലോഡ് ചെയ്യരുത്. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക, കാരണം അത് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. ഏത് ക്ലിനിക്കൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോളജ് പോലെ, അല്ലെങ്കിൽ അതെനിക്കിനി വീണ്ടും ആവശ്യമാണ് എന്നുള്ള രീതിയിൽ പഠിക്കുക. അല്ലാതെ എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കുക. എക്സാമിന് വേണ്ടി ഇന്നത്തെങ്കിലും പഠിച്ച് പാസ്സായി മാർക്ക് മേടിച്ച് പോകാം അങ്ങനെയുള്ള ഒരു രീതിയിൽ പഠിക്കാതിരിക്കുക. അത് പിന്നീട് എനിക്ക് യൂട്ടിലൈസ് ആകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കേസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിക്കുക. അതൊക്കെയാണ് മെയിൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ വീഡിയോയിൽ തോന്നുന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ മെസ്സേജ് ഇടുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.